വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ ഉപകാരപ്രദമായ വീഡിയോവുമായിട്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. ഹായ്, ഇന്നൊരു ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ഗ്യാസ് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. സബ്സിഡിയോടുള്ള ഗ്യാസ് ഇനി കിട്ടണമെങ്കിൽ മസ്റ്ററിംഗ് നടത്തേണ്ടതായിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മൾ തിരക്കി ഗ്യാസ് ഏജൻസികളിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റു ഓൺലൈൻ സെന്ററുകളിലോ പോവേണ്ടതായിട്ടുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വെറും 1 മിനിറ്റിൽ തന്നെ വീടിനകത്ത് വെച്ച് മസ്റ്ററിംഗ് നടത്താൻ കഴിയും. ഇതിനായി ഓരോ കമ്പനികളുടെയും ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യണം. പ്ലേ സ്റ്റോറിൽ ഇവ ലഭ്യമാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ കണക്ഷൻ ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ ഓയിൽ 1 എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഇനി നിങ്ങളുടെ കണക്ഷൻ ഭാരത് ആണെങ്കിൽ ഹലോ BPCL എന്നുള്ള ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ കണക്ഷൻ HP ആണെങ്കിൽ HP പേ എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ആധാർ ഫേസ് RD എന്നുള്ള ആപ്ലിക്കേഷനും പ്ലേ സ്റ്റോറിൽ വെച്ച് ഡൗൺലോഡ് ചെയ്ത് ആവശ്യമായ പെർമിഷനുകൾ കൊടുക്കണം. മസ്റ്ററിംഗ് നടത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് ആദ്യമേ ഉറപ്പിക്കണം. ഒന്നാമത് രജിസ്റ്റേർഡ് ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം. അതേപോലെ ഒരു ഇമെയിൽ ID ഉണ്ടായിരിക്കണം. അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ഇമെയിൽ ഓട്ടോമാറ്റിക് അതിലേക്ക് വരും, അത് നിർബന്ധമാണ്. അതേപോലെ പേരും അവരുടെ ഇനീഷ്യലും, ഫസ്റ്റ് നെയിമായിട്ട് പേര്, സെക്കൻഡ് നെയിമായിട്ട് അതിൻ്റെ ഇനീഷ്യലും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ ആരുടെ പേരിലാണോ ഉള്ളത് അവരുടെ ആധാർ നമ്പറും വേണം. പിന്നീട് വേണ്ടത് ഗ്യാസ് കണക്ഷൻ എടുത്തിരിക്കുന്ന ID ആണ്. ഇപ്പം ഇന്ത്യൻ ഓയിലാണെങ്കിൽ 16 അക്കമുള്ള ID ഉണ്ടാവും. അതൊന്നുകിൽ ഏതെങ്കിലും ബില്ലിലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാസിൻ്റെ കാർഡിലുണ്ടാവും. ഗ്യാസ് കണക്ഷൻ കിട്ടിയ ID കാർഡിൽ, ആ ബുക്കിൽ നിങ്ങളുടെ 16 അക്ക ID ഉണ്ടാവും. അല്ലെങ്കിൽ കണക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന പേപ്പർ ഉണ്ടാവുമല്ലോ, ആ പേപ്പറിലും അതിൻ്റെ ID ഉണ്ടാവും. ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഓരോരുത്തരും ആദ്യമേ എഴുതി സൂക്ഷിക്കുക. വീട്ടിലെ കണക്ഷൻ ഇന്ത്യൻ ആയതിനാൽ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് എങ്ങനെ മസ്റ്ററിംഗ് നടത്താമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഇന്ത്യൻ ഓയിൽ 1 എന്നുള്ള ആപ്ലിക്കേഷൻ പ്രസ് ചെയ്യുക. ഇനി വരുന്ന ഇവിടെ നമ്മൾ ആവശ്യമായ പെർമിഷനുകളൊക്കെ കൊടുക്കുക. അവിടെ ക്ലോസ് അമർത്തുക. ഇനി നമുക്ക് ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് പുതിയതായിട്ട് സൈൻ ഇൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന സൈൻ ഇനിൽ വെച്ച് ആവശ്യമായ വിവരങ്ങൾ നൽകുക. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അമർത്തുക. ഫോണിൽ വരുന്ന ഇമെയിൽ ID അമർത്തുക. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മുടെ പേരും ഇനീഷ്യലും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഐ എഗ്രി വിത്ത് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്ററിലേക്ക് പോവുക. എന്നിട്ട് അവിടെ ഫോണിൽ വരുന്ന OTP എത്രയാണോ ആ OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് 8 അക്ക പാസ്വേഡ് നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷിലെ വലിയ അക്ഷരങ്ങൾ വേണം, അതേപോലെ ചെറിയ അക്ഷരങ്ങൾ വേണം, നമ്പറുകൾ വേണം, അതേപോലെ 4 വിധമുള്ള സ്പെഷ്യൽ ക്യാരക്ടറുകൾ. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അതിൻ്റെ താഴെ നോക്കിയാൽ കാണാൻ കഴിയും. അവ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒന്ന് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് OK ബട്ടൺ അമർത്തുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ലോഗിനിലേക്ക് മാറും. അപ്പം ഇവിടെ വരുന്ന വിൻഡോയിൽ നമ്മുടെ ഫോൺ നമ്പറും അതേപോലെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി പാസ്വേഡ് അഥവാ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോർഗോട്ട് പാസ്വേഡ് അമർത്തിയാൽ അവിടെ OTP വന്നുകൊണ്ട് വീണ്ടും നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മെയിൻ വിൻഡോയിലേക്ക് വരും. അവിടെ ലിങ്ക് മൈ LPG ID എന്നുള്ളത് കാണാം. അപ്പോഴാണ് നമ്മൾ 16 അക്ക ID നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഈ ID നമ്മുടെ ഏതെങ്കിലും ബില്ലിലോ അല്ലെങ്കിൽ ഗ്യാസ് കണക്ഷൻ എടുക്കുമ്പോൾ കിട്ടിയ ബുക്കിലോ അല്ലെങ്കിൽ ആ സമയത്ത് കിട്ടിയ നമ്മൾക്കുള്ള പേപ്പറിലോ ഈ 16 അക്ക ID ഉണ്ടാവും. അതവിടെ നിർബന്ധമായിട്ടും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ബട്ടൺ അമർത്തുക.
വീണ്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ കൺസ്യൂമർ ഡീറ്റെയിൽസ് കാണിക്കുന്നു. അത് ഓക്കെ ആണെങ്കിൽ ഏറ്റവും അടിയിൽ യെസ് ഐ ആം ഇൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമ്മുടെ ഫോണിലേക്ക് OTP വരും. ഈ OTP വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പുതിയ OTP ആയിരിക്കും വരുന്നത്. പഴയ OTP ടൈപ്പ് ചെയ്യരുത്, മാറിപ്പോവരുത്. തുടർന്ന് നിങ്ങളുടെ ID വെരിഫൈ ചെയ്തും എന്നിട്ട് അത് നിങ്ങളുടെ തന്നെയാണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്യും. അതുവരെയുള്ള മെസ്സേജുകൾക്ക് കാത്തു നിൽക്കുക. ആദ്യത്തെ ഭാഗം പൂർത്തിയായി. ഇനി നമുക്ക് ആധാർ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഇന്ത്യൻ ഓയിൽ 1 എന്നുള്ള ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുക. എന്നിട്ട് പ്രൊഫൈലിലേക്ക് പോകാൻ വേണ്ടി ഇവിടെയുള്ള 3 ഡോട്ടുകൾ ക്ലിക്ക് ചെയ്യുക. അവിടെ മൈ പ്രൊഫൈൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്കൊരു ഇമെയിൽ രജിസ്റ്റർ ചെയ്യാം. അതിനുവേണ്ടി എഡിറ്റ് പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇമെയിൽ അയച്ചിട്ട് അത് സേവ് ചെയ്യാം. OTP വരും, മെയിലിലേക്ക് OTP വരും, അത് സേവ് ചെയ്യണം. അതിൻ്റെ നിർബന്ധമില്ല. നമുക്ക് ഫേസ് റെക്കഗ്നിഷനാണ്. അതിനുവേണ്ടി REKYC എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയുള്ള ഈ സ്ക്വയറിൽ വീണ്ടും ടിക്ക് മാർക്ക് കൊടുക്കുക. താഴെയുള്ള ഫേസ് സ്കാൻ ഓൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫേസ് ഇതിൽ വരും. അത് പച്ച നിറയാകുമ്പോൾ ഓട്ടോമാറ്റിക് അത് അപ്പം ഒന്ന് കണ്ണൊന്ന് ചുമ്മുക തുറക്കുക, അങ്ങനെ ചിമ്മുക തുറക്കുക, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അപ്ലോഡായിട്ട് വരും. ഓക്കെ, ഇതോടുകൂടി നിങ്ങളുടെ ആധാർ വെരിഫിക്കേഷനും പൂർത്തിയാവും.